ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബൈയിൽ സ്വകാര്യ സ്കൂളുകൾക്ക് ബലിപ്പെരുന്നാൾ അവധി ജൂൺ 15 ശനിയാഴ്ച അടച്ച് 18 ചൊവ്വാഴ്ച വരെയാകും. നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ഞായറാഴ്ച ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. 14 തീയതി വെള്ളിയാഴ്ച അടയ്ക്കുന്ന സ്കൂളുകൾ 19 ബുധനാഴ്ചയാണ് തുറക്കുക. സ്വകാര്യ സ്കൂളുകൾ, സർവകലാശാലകൾ, നഴ്സറികൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലും ഇതേ ദിവസങ്ങളിലാണ് അവധി. ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് അധ്യാപക, അനധ്യാപക ജീവനക്കാരെ ആവശ്യമുണ്ടെന്ന് അറിയിച്ച് തട്ടിപ്പിന് ശ്രമം. സാമൂഹിക മാധ്യമത്തിലൂടെ ഷാർജ ഇന്ത്യൻ സ്കൂളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസി എന്ന പേരിലാണ് വിസയ്ക്കും വിമാന ടിക്കറ്റിനും മറ്റുമായി വൻതുക ആവശ്യപ്പെട്ട് തട്ടിപ്പ് ശ്രമം നടത്തുന്നത്. ഇത്തരത്തിൽ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയെയും അധികാരപ്പെടുത്തിയിട്ടില്ലെന്നും തട്ടിപ്പിൽപ്പെടാതെ ജാഗ്രത പാലിക്കണമെന്നും സ്കൂളുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അറിയിച്ചു. ജോലി ആവശ്യങ്ങൾക്കായി ആരിൽ നിന്നും പണം സ്വീകരിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷന്റെ രീതിയല്ലെന്നും വ്യക്തമാക്കി. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വൻ ശമ്പളമടക്കമുള്ള ആകർഷകമായ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിനുള്ള ശ്രമം നടത്തിയത്. രാജ്യത്ത് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഗ്യാസ് സിലിണ്ടറുകളുടെ വിപണി കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ട് ദ്രവീകൃത പെട്രോളിയം ഗ്യാസ് മേഖലയിൽ നിയന്ത്രണ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പുതിയ മന്ത്രിതല തീരുമാനം 185/2024 പ്രകാരം ഫൈബർ ഗ്ലാസ് സിലിണ്ടറുകൾ അവതരിപ്പിക്കാനും സിലിണ്ടർ വിതരണത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനും നിർദ്ദേശിക്കുന്നു. പുതിയ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ പുതിയ ഫൈബർ ഗ്ലാസ് സിലിണ്ടറുകൾ വിപണിയിൽ അവതരിപ്പിക്കും. കൂടാതെ സുരക്ഷയ്ക്കായി പ്രത്യേക വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും പാലിച്ചിരിക്കണം. നിലവിലുള്ള എല്ലാ ഗ്യാസ് സിലിണ്ടറുകളും 3 വർഷത്തിനുള്ളിൽ ഘട്ടം ഘട്ടമായി നിർത്തലാക്കും. പകരം എളുപ്പത്തിൽ തിരിച്ചറിയുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനുമായി വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന കമ്പനി ബ്രാൻഡഡ് സിലിണ്ടറുകൾ സ്ഥാപിക്കും. പുതിയ 12 കിലോ സിലിണ്ടർ വാങ്ങുന്നതിന് ഉപഭോക്താക്കൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 5 റിയാലും 25 കിലോയ്ക്ക് 10 റിയാലും 51 കിലോ സിലിണ്ടറുകൾക്ക് 15 റിയാൽ എന്നിങ്ങനെ നൽകണം. 8 കിലോഗ്രാം ഫൈബർ ഗ്ലാസ് സിലിണ്ടറുകളുടെ നിക്ഷേപം 12 കിലോയ്ക്ക് 15 റിയാലും 20 റിയാലും ആയിരിക്കും. ഈ നിക്ഷേപം സിലിണ്ടർ നല്ല രീതിയിൽ തിരികെ നൽകുമ്പോൾ തിരികെ ലഭിക്കും. അതേസമയം തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 180 ദിവസത്തിനു ശേഷം പ്രാബല്യത്തിൽ വരും. കുവൈറ്റ് കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 5 മണിക്കൂർ വൈകി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:40 പുറപ്പെടേണ്ട വിമാനം വൈകുന്നേരം 6 മണിക്കാണ് പുറപ്പെട്ടത്. കുറച്ചു വൈകിയാണ് കോഴിക്കോട് നിന്നും വിമാനം എത്തിയത്. എങ്കിലും 2 മണിയോടെ യാത്രക്കാരെ വിമാനത്തിൽ കയറ്റിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞ് വൈകുന്നേരം 6:10 വിമാനം പുറപ്പെട്ടത്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം വൈകിയതെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. രാത്രി 8:10 കോഴിക്കോട് എത്തേണ്ട വിമാനം കുവൈറ്റിൽ നിന്നും പുറപ്പെടാൻ വൈകിയതോടെ പുലർച്ചെ 1 മണിയോടെയാണ് എത്തിയത്. ഗാസയിലെ നുസ്രോത്ത് ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ ആസൂത്രിതമായ യുദ്ധക്കുറ്റങ്ങൾ തുടരുന്നത് അന്താരാഷ്ട്ര കൺവെൻഷനുകളുടെയും മാനുഷിക നിയമങ്ങളുടെയും വ്യക്തമായ ലംഘനമാണെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിൽ കുട്ടികൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഗാസയിലും റഫയിലും ഇസ്രായേൽ ആക്രമണം നിരന്തരമായി തുടരുകയാണ്. ദിവസങ്ങൾക്കിടെ കുട്ടികളടക്കം ആയിരക്കണക്കിന് പേരാണ് മരണപ്പെട്ടത്. ഒമാനിൽ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. സർക്കാർ സ്വകാര്യ മേഖലയിൽ ജൂൺ 16 മുതൽ 20 വരെ പൊതു അവധിയായിരിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വാരാന്ത്യം ഉൾപ്പെടെ 9 ദിവസം തുടർച്ചയായ അവധി ലഭിക്കും. ജൂൺ 23 ഞായറാഴ്ച ഓഫീസുകളും മറ്റും വീണ്ടും പ്രവർത്തനം ആരംഭിക്കും. ജൂൺ 17 രാജ്യത്ത് ബലിപ്പെരുന്നാൾ. അവധി പ്രഖ്യാപനം എത്തിയതോടെ രാജ്യത്ത് സ്വദേശികളും വിദേശികളും ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യത്തിനകത്തും പുറത്തുമായി അവധി ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. പ്രവാസികൾ പലരും പെരുന്നാൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകും. ചിലർ 2 ദിവസം മുമ്പേ അവധിയെടുത്ത് നാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. അതേസമയം ഖരീഫ് സീസൺ ആരംഭിക്കില്ലെങ്കിലും ദോഫാറിൽ പ്രകൃതി ഒരുങ്ങിയതോടെ മസ്കറ്റ്, ബാത്തിന ഉൾപ്പെടെ രാജ്യത്തിന്റെ ഇതര ഗവർണറേറ്റുകളിൽ നിന്നും പ്രവാസികളടക്കം ആയിരക്കണക്കിന് പേരാണ് അവധി ദിവസങ്ങളിൽ സലാലയിലേക്ക് യാത്ര തിരിക്കുക. വിമാന സർവീസുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരും നിരവധിയാണ്.
എന്നാൽ വാരാന്ത്യ അവധി ഉൾപ്പെടെ 5 ദിവസം മാത്രമാണ് പൊതു അവധി എന്നതിനാൽ ഈ ദിവസങ്ങളിൽ സലാലയിൽ കനത്ത തിരക്ക് അനുഭവപ്പെട്ടേക്കാം. ബലിപെരുന്നാളിനെ വരവേൽക്കാൻ രാജ്യം തയ്യാറെടുക്കുകയാണ്. വിപണിയിലും ഉണർവ് പ്രകടമായിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷത്തിന് സ്വദേശി സമൂഹത്തോടൊപ്പം വിദേശികളും ഒരുക്കങ്ങൾ നടത്തുകയാണ്. പെരുന്നാൾ വിഭവങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള തിരക്ക് വിപണിയിൽ വരും ദിവസങ്ങളിൽ പ്രകടമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. ഈദ് ഹബ്തയും ബലിപെരുന്നാൾ ചന്തയും വരും ദിവസങ്ങളിലുണ്ടാകും. മലയാളി സമൂഹത്തിന്റെ സൗകര്യം പരിഗണിച്ച് മിക്ക പ്രദേശങ്ങളിലും എല്ലാ വർഷവും പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിക്കാറുണ്ട്. രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച 1200 കിലോഗ്രാം ഹാഷിഷ് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടിച്ചെടുത്തു. വാഹനത്തിനുള്ളിൽ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. സർഫീത്ത് അതിർത്തിയിൽ നിന്നാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തതെന്ന് കസ്റ്റംസ് വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും കസ്റ്റംസ് വിഭാഗം മയക്കുമരുന്ന് വേട്ട നടത്തിയിരുന്നു. പ്രതികൾക്കെതിരെ അധികൃതർ നിയമ നടപടികൾ സ്വീകരിച്ചതായി വ്യക്തമാക്കി. ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം 13 പുതിയ സ്കൂളുകൾ കൂടി നിർമ്മിക്കുന്നു. മുസന്തം, ബുറൈബി, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന, മസ്കറ്റ്, തെക്കൻ ഷെർക്കിയ, ദോഫാർ ഗവർണറേറ്റുകളിലായാണ് ഇത്രയും സ്കൂളുകൾ പുതുതായി തുറന്നത്. അടുത്ത അധ്യയന വർഷത്തോടെ പുതിയ സ്കൂളുകൾ തുറക്കും. 26.8 ദശലക്ഷം റിയാലാണ് സ്കൂൾ നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. വിദ്യാഭ്യാസത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യത്തെയാണ് പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രകടമാക്കുന്നതെന്ന് മന്ത്രാലയം ഡയറക്ടർ ജനറൽ ഖാമിസ് ബിൻ മുബാറക് അൽ ഹദീദി അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുതി കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അധികൃതർ പറഞ്ഞു. രാജ്യത്ത് ബലിപെരുന്നാൾ അവധി പ്രഖ്യാപനം കൂടി വന്നതോടെ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. അവധിക്ക് നാട്ടിലേക്ക് പോകാനിരിക്കുന്നവർക്ക് മേൽ ഇരുട്ടടിയായി വീണ്ടും നിരക്കുയർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾ. ബജറ്റ് വിമാനങ്ങളിലടക്കം പെരുന്നാൾ അവധിക്കാലത്ത് നാട്ടിൽ പോയി മടങ്ങി വരാൻ വൻ തുക നൽകണം. കുടുംബങ്ങളാണെങ്കിൽ ലക്ഷങ്ങൾ കയ്യിൽ കരുതേണ്ടി വരും. ബലിപെരുന്നാൾ മധ്യവേനൽ അവധിക്കാലത്ത് എത്തിയതും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളിലെ സ്ഥിരതയില്ലായ്മയും ഇത്തവണ നിരക്ക് ഉയരാൻ കാരണമായി. ഇത് ടിക്കറ്റ് ആവശ്യക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു. സാഹചര്യം മുതലെടുത്ത് എയർലൈനുകൾ കുത്തനെ നിരക്കും ഉയർത്തി. ബജറ്റ് വിമാനങ്ങളിലടക്കം വരും ദിവസങ്ങളിൽ 100 റിയാലിന് മുകളിലാണ് ഒരു ഭാഗത്തേക്കുള്ള യാത്രാ നിരക്ക്. വിമാന കമ്പനികളുടെ കൊള്ള ഇത്തവണയും പ്രവാസികളെ നടുവടിക്കും. വരും ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്നും കേരളത്തിലേക്കുള്ള സർവീസുകളിലെല്ലാം 150 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കറ്റ് കൊച്ചി സെക്ടറിൽ 165 റിയാൽ, മസ്കറ്റിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ സെക്ടറുകളിലേക്ക് 185 റിയാൽ, തിരുവനന്തപുരത്തേക്ക് 205 റിയാൽ എന്നിങ്ങനെയാണ് സൈറ്റുകളിൽ നൽകിയിരിക്കുന്ന നിരക്കുകൾ. സലാം എയറിലും ഇൻഡിഗോയിലും ഏറെക്കുറെ സമാനമാണ് നിരക്കുകൾ. എന്നാൽ ഒമാൻ എയറിൽ ഇതിലും ഏറെ മുകളിൽ വൺവേ ടിക്കറ്റുകൾക്ക് നിരക്ക് വരുന്നുണ്ട്. പെരുന്നാൾ അവധി ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് ഇനി ടിക്കറ്റ് നിരക്ക് കുറയുക. ഓഗസ്റ്റ് ആദ്യവാരത്തോടെയാണ് മിക്ക സ്കൂളുകളിലും അധ്യയനം പുനരാരംഭിക്കുന്നത്.